അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് അജ്മാൻ മ്യൂസിയത്തിലാണ്. അപ്പോൾ 31 ഈ മന്ത് 31 വരെ, അതായത് 31 വരെ ഫ്രീ എൻട്രി ആണ്. മുമ്പ് 5 ദിർഹംസ് ഈടാക്കിയിരുന്നു, ഫ്രീ എൻട്രി ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള കുറച്ച് കാര്യങ്ങൾ എല്ലാം കാണിക്കാൻ പറ്റില്ല, കുറച്ച് കാര്യം ഞാൻ കാണിച്ചു തരാം. ഇത് പണ്ട് പശുക്കളൊക്കെ മേയിച്ച കാലം ഇതായിരിക്കാം. പിന്നെ പണ്ട് യൂസ് ചെയ്തിരുന്ന, അറബികൾ യൂസ് ചെയ്തിരുന്ന കലങ്ങളും ചട്ടികളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മളൊരു മാമ ഉണ്ട്. ഹലോ മാമ, സുഖമല്ലേ? അപ്പോൾ മാമാൻ്റെ ഒക്കെ ഉള്ള കുറേ പണ്ടത്തെ കുറേ കാര്യങ്ങൾ, നമ്മളെ നാട്ടിലത്തെ വലക്കവും അതിൻ്റെ സാധനവും പണ്ടെല്ലാം ഇതേപോലെ തന്നെ ജീവിച്ചുകൊണ്ടേ വരും. ഇത് പണ്ട് വെച്ചോണ്ടേ ചട്ടിത്തൊപ്പിയും പാള കൈക്കോട്ട് പിക്കാസ് എല്ലാം ഉണ്ട്. ഇങ്ങനെ ഉണ്ടായതാണ് മനുഷ്യന്മാർ ഇന്ന് ഏത് ലെവലിലേക്ക് എത്തിയല്ലേ. ഇതൊരു പീരങ്കിയുടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരാൾ എന്തോ സംതിങ് ചെയ്യുന്ന, പണ്ട് ചെയ്തുകൊണ്ട് എന്തെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ ഒരു അറയുണ്ട്, നോക്കട്ടെ. 2 അറബിമാർ ബസന്മാർ ഇരുന്നിട്ട് എന്തോ ചായ കുടിക്കുന്നതെല്ലാം കാണുന്നു. ഒരു സ്ക്രീനും ആക്കിയിട്ട് എന്തോ പറഞ്ഞു തരുന്നു. ഇവിടെ ഒരു പരുന്തിനെ വെച്ചിട്ട് ഒരാളുണ്ട്. ദേശീയ പക്ഷിൻ്റെ തൂവൽ ഒറിജിനലെന്ന് തോന്നിട്ടാ കണ്ടിട്ട്. ഇവിടെ എന്തോ ഉണ്ട്, നോക്കാല് പോയിട്ട് അട്ടത്ത് എന്ത് നോക്കാം. ട്രഡീഷണൽ കോസ്റ്റ്യൂംസ്, പണ്ടത്തെ ഓരോ കോസ്റ്റ്യൂംസ് ഒന്ന് നോക്കാം. മൈ ഗോഡ്, സോറി. ഇതാണ് ഓരോ ട്രഡീഷണൽ കോസ്റ്റ്യൂംസ്. ഇതാണ് പണ്ടുള്ള പെണ്ണുങ്ങൾ യൂസ് ചെയ്തുകൊണ്ടായിരുന്ന കോസ്റ്റ്യൂംസ്. അടിപൊളി, മോശമില്ല. ഇപ്പോഴും തന്നെ. പിന്നെ പണ്ട് യൂസ് ചെയ്തുകൊണ്ട് ചീപ്പ്, നമ്മളെ നാട്ടിലെല്ലാം ഉണ്ടാകുന്നത് പോലെ. ഇതെല്ലാം തോന്നി വേറെ മേക്കപ്പ് സാധനം തോന്നിയതല്ലോ. എന്ത് ഇത് കുറേ ഇഞ്ഞമാരുടെ ഇരുന്നിട്ടുണ്ട്, എന്തോ കണ്ണാടിയിൽ നോക്കുന്നുണ്ട്. ഇത് ഖലീഫാൻ്റെ ദബ്ബിയെല്ലാം കാണുന്നു. ഇതെന്തിപ്പാ എല്ലാ പണ്ടത്തെ ചട്ടി മാത്രമെല്ലാം ഉണ്ട്. എന്തെല്ലാം ഒന്ന് തീ കത്തുന്നയാ, എന്തോ ലൈറ്റിംഗ് സിസ്റ്റം തോന്നട. ഇത് അൽ മുത്തവ ട്രഡീഷണൽ സ്കൂൾ, പണ്ടത്തെ സ്കൂളല്ലോ. യാ മോനെ, ഇതാണ് പണ്ടത്തെ അടുത്ത ദുബൈയിലത്തെ സ്കൂളവേ. കണ്ടോ, മാഷാ അല്ലാഹ്, അടിപൊളി. ഇവിടെ ചെറിയൊരു മജ്ലിസ്, വെളിവാതിലുണ്ട് നമ്മളെ പണ്ടത്തെ. അല്ല, കപ്പാട്ട് നമ്മുടെ നാട്ടിലത്തെ അതുപോലത്തെ. ഇവിടെ എന്ത് ഉരുളിയ, എന്തിപ്പാ ഇതെന്ത് 4 ക്ലിക്ക് ഷാഫ്റ്റ്. ഓ മൈ ഗോഡ്, ഇറ്റ്സ് വെരി ഡേഞ്ചർ മാൻ. ഫുള്ള് തോക്കും കാര്യങ്ങളെല്ലാം ഉണ്ട്. ചണ്ട, ഏത് ചണ്ട, അടിപൊളി ചണ്ട. ഫുള്ള് പണ്ടത്തെ പാട്ടും കുത്തും. ഇവിടെ ഒരു മനുഷ്യന് കുതിരയിൽ ഇരുന്നിട്ടുണ്ട്. ഫിഷിംഗ് ഫോർ ഡൈവിങ് നോക്കാമല്ലോ. അവിടെ ഒരു അക്വേറിയം വെച്ചിട്ടുണ്ട്. പിന്നെ പണ്ട് മീൻ പിടിച്ചുകൊണ്ടായത് ഇതാണ് സംഭവം. അടിപൊളി. തോണിയുണ്ട്, ആളുണ്ട്. പണ്ടത്തെ യൂസ് ചെയ്ത കുറേ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഐറ്റംസ് എല്ലാം വെച്ചിട്ടാണ് മീൻ പിടിച്ചുകൊണ്ടായത്. പിന്നെ പണ്ടത്തെ കാളം, ഇതെല്ലാം ഇപ്പം ഡിജിറ്റലായിട്ട് മാറി. ഇപ്പോഴത്തെ ഈ കാലത്ത് ഇതിലെല്ലാം മീൻ പിടിച്ച് ജീവിച്ചത്. പിന്നെ കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ. ഐസ്റ്റീൻ്റെ എല്ലാം ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഓ, പണ്ടത്തെ ഇത് പൂക്കസറെല്ലാം കാണും. ഇത് അജ്മാനത്തെ ഫസ്റ്റ് റേഡിയോ സ്റ്റേഷനെല്ലാം നോക്കാം. ജസ്റ്റ് വെയിറ്റ്. അയ്യോ, ഇതാണ്. ഇതെന്ത്, ഇത് റേഡിയോ സ്റ്റേഷൻ. മ്യൂസിക്, പണ്ടത്തെ ഹാർമോണിയ, ചെണ്ട. ഇതാണ് നമ്മളെ ടാപ്പ് റെക്കോർഡ്. പിന്നെ ഇതെല്ലാം അങ്ങനെ സൂക്ഷിച്ച് അടിപൊളി ഹാർമോണി. ഇത് ട്രഡീഷണൽ മാർക്കറ്റാണ്. ഇതിൻ്റെ അകത്ത് എന്തുണ്ട് നോക്കാം. കുറേ ചാക്കുണ്ട്, കുറേ പട്ടിയും കലെല്ലാം കാണുന്നുണ്ട്. അവിടെ അറബികൾ. ഇതെന്ത് സംഭവം ഒന്നും മനസ്സിലാകുന്നില്ല. എന്തോ സംതിങ് പണ്ടത്തെ സൂക്കാണ്, അതായത് ഇവിടുത്തെ മാർക്കറ്റ് സാധനം വിറ്റുകൊണ്ടായത്. അതല്ല, ചട്ടിയും ഓലയല്ല വിറ്റുകൊണ്ടായിരുന്നു. അടിപൊളി. കാര്യത്തിലുണ്ട്. എന്തിപ്പോൾ ഇത് പൊന്നു വെക്കുന്നത്? ഇത് പഞ്ഞി വിറ്റുണ്ടായ സ്ഥലം. ഡു നോട്ട് ടച്ച്. ഓക്കെ. ഇത് ഡ്രസ്സ്, പണ്ടത്തെ കളം തുണിയെല്ലാം കാണുന്നുണ്ട്. ഇവിടെ തന്നെ സ്റ്റിച്ചാക്കിയതാ. പണ്ടത്തെ ടൈലറെല്ലാം ഉണ്ട് ഇവിടെ.
ഇത് ഓല മുടുന്നുണ്ട്. ഈ ഓലെല്ലാം ബിറ്റോണി പണ്ടതിലേക്ക് ഞാൻ ജീവിച്ചു. കന്തൂറ വെക്കുന്ന ആൾക്കാരാണ് ഇതെല്ലാം. പണ്ട് പയ്യൂന് പുല്ല് കൊടുക്കാൻ വേണ്ടിയിട്ട് പുല്ല് വിറ്റോണ്ടായി. പിന്നെ ബെറ് കത്തിക്കാൻ വേണ്ടിയിട്ട് ഇയാളാണ്. ഇതെന്ത് തീ കത്തിക്കുന്ന എന്ത് കഥ എന്ത് അറിയില്ല. ഇത് കുറേ ആണി എന്തോ വെക്കുന്നുണ്ട്, എന്ത് കഥ അറിയില്ല. ഇതിലേക്ക് എന്താണ് സാധനം? ഇത് മറ്റേ ഇത് പ്ലംബ് മറ്റേ ഇതിൻ്റെ താക്കോല് ചാവിയെല്ലാം കാണുന്നു. ഇതല്ലേ കുറേ ചട്ടി പാത്രമെല്ലാം വെക്കുന്ന ബിരിയാണിയെല്ലാം വെക്കാൻ വേണ്ടിയിട്ട് അതായിരിക്കും അല്ലേ? നാട്ടിക്കോട്ട്. ഇതാണ് പണ്ടത്തെ ബാർബർ ഷോപ്പ്. കണ്ടില്ലേ? ഇങ്ങനെയാണ് മുടിയെടുത്തോണ്ടായി പണ്ട്. ഏത് ലെവലിലേക്ക് എത്തിന്ന് എന്താ നോക്ക്. ഇത് നോക്ക്. ഇത് ഭയങ്കര ചപ്പാത്തി ഇടുന്ന റൊട്ടി വെക്കുന്ന പണ്ട്. അതിൻ്റെ ഒരു ചെറിയൊരു കാര്യമാണ് ഇത്. പണ്ടത്തെ ധാന്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് എല്ലാം ഉണ്ട്. എല്ലാം മറ്റേ ഇതിൻ്റെ കൂടിയാണ് മില്ലൊരു ഹെർബ് സെല്ലർ പുല്ലെല്ലാം ഉണ്ട്. ഇതെന്ത് സംഭവം? സ്വീറ്റ് മേക്കർ. ഇതാണ് ബേക്കറി പണ്ടത്തെ. അടിപൊളി, മാഷാ അല്ലാ. ഇത് കോഫി ഹൗസ്. പണ്ടത്തെ ഉക്കവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരിതാണ്. ഇത് ട്രഡീഷണൽ മെഡിസിൻ. നോക്കാം. ഇതാണ് പണ്ടത്തെ ഹോസ്പിറ്റൽ. തൂയലാണ്. ഈ തൂയിലെല്ലാം പണ്ട് കൊമ്പ് കുത്തൽ എന്ന് പറയുന്ന സംഭവം ഇവിടെ ഉണ്ട് കേട്ടോ. പണ്ട് കൊമ്പ് കുത്തിക്കൊണ്ടായി തോന്നുന്നു. കത്തിരി പണ്ടത്തെ ഇലാജ് അതന്നെ. അതായത് ഇവിടെയാണ് ഹോസ്പിറ്റൽ. ഇത് ഹോസ്പിറ്റൽ പണ്ടത്തെ ഇങ്ങനെയാണ്. ഇത് ഒരാൾ ഓപ്പറേഷൻ ചെയ്യുന്നത്. പണ്ടത്തെ ഓപ്പറേഷൻ ഇത് ഇങ്ങനെയാണ്. ഇപ്പോൾ ഡിജിറ്റലായ പണ്ട് അങ്ങനെ തൂയിൽ കീറി മുറിക്കൽ. ഇത് അതിൻ്റെ മരുന്നും കാര്യങ്ങളും തോന്നും. ഇവിടെ കുറേ പെണ്ണുങ്ങോ പുള്ളറല്ലോ തലവേരുന്നാലും ഉണ്ട് കാര്യത്തിൽ. ഇതാണ് പണ്ടത്തെ അറബികൾ. എന്ത് പണ്ടത്തെ ബട്ട എയ്തൽ, നമ്മുടെ നാട്ടിലത്തെ ബട്ട എയ്തൽ ഇടുണ്ടാവും. ബട്ട എഴുതിയിട്ട് കാണുന്നു. ഇസ്മിൻ്റെ പണി എടുത്തോണ്ടായി തോന്നുന്നു പണ്ടേത് ഓർപ്പി. അപ്പോൾ ഇത് മുറക്കബ ടവർ. ഇതേതോ വലിയ ടവർ ഉണ്ടായിന്ന് തോന്നുന്നു പണ്ട്. മുറബ ടവർ അവിടെ ഉണ്ടായതാണ്. ഇത് ഇവിടെ ഒരു പീരങ്കി വെച്ചിട്ടുണ്ട്. ഒരു പണ്ടത്തെ പിക്കപ്പ്. പഴയ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. അട്ടത്ത് കൊണ്ടുപോയിട്ടാ പോലീസ്. പണ്ടത്തെ SI എല്ലാം ഉണ്ട് ഇവിടെ. ഇയാളായിരിക്കും മുദീറ. മെത്തറസി പോലീസ് മാനാണിത്. ഇത് ഒരു ഓഫീസർ. ഇത് പണ്ടത്തെ എന്തോ സാറ്റലൈറ്റ് എന്തോ അങ്ങനത്തെ എന്തോ സിസ്റ്റം തോന്നുന്നു പോലീസിന്. ഇതാണ് ടോക്കി അങ്ങനത്തെ സിസ്റ്റം. ഇത് എനിക്ക് തോന്നുന്ന കോർട്ടാവാൻ സാധ്യതയുണ്ട് കണ്ടിട്ട്. പഞ്ചായത്ത്. യെസ്, അയാളാണ് അടുത്ത പഞ്ചായത്ത് പ്രസിഡന്റ്. ഇതെന്തോ ഇതെന്തോ പാറാവുകാരെന്ന് തോന്നുന്നു പോലീസിൻ്റെ. ഇത് പണ്ടത്തെ പോലീസിൻ്റെ തൊപ്പി, ടോക്ക് ഇതൊക്കെയാണ് പണ്ട് യൂസ് ചെയ്തുകൊണ്ട്. ഉണ്ട് പി ഉണ്ട്. ഇത് മുത്തീറിൻ്റെ പാസ്പോർട്ടെല്ലാം ഉണ്ട്. ഇത് പണ്ടുണ്ടായ നമ്പർ പ്ലേറ്റ്. ഇതാണ് പണ്ടുണ്ടായ വിലങ്ങ്. പണ്ട് ഇങ്ങനത്തെ വിലങ്ങ് ഉണ്ടായിരുന്നു മോശം. ഇത് പണ്ടുണ്ടായ വിലങ്ങ്. അതിനേക്കാൾ ചങ്ങലും കാര്യങ്ങളും. ഇതെന്തുമ്പോൾ ഇതെല്ലാം ആയുധങ്ങളും തോന്നിപ്പോൾ ആൾക്കാരെ തയ്ക്കാൻ. പണ്ടത്തെ പോലീസിൻ്റെ കുറേ ഐറ്റംസ്. ഇതാണ് ടോക്ക്, കാര്യമായ ടോക്കൊക്കെ. ജീവിതത്തിൽ തന്നെ ടോക്ക് ശരിക്കും കാണുന്ന വിടുന്ന ഇതായിരിക്കും പണ്ടത്തെ ബോഡിയേക്കുന്ന ബുള്ളറ്റെല്ലാം ഉണ്ട്. ഈ ടോക്കിൻ്റെ എല്ലാം പേരടക്കോടെ ഇട്ടിട്ടുണ്ടാവും. ഇഷ്ടമുണ്ട്. ഇത് ആർക്കിയോളജി. പണ്ടത്തെ കല്ല്, ചട്ടി, പാത്രം, പണ്ടത്തെ നിർമ്മിത സാധനങ്ങളാണ്. ഇതാണ് പണ്ടത്തെ ജ്വല്ലറികൾ. ഇതെല്ലാം പണ്ടത്തെ ഓരോരു ഇതാണ്. പുസ്തകവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഖുറാൻ എടുക്കുന്നുണ്ട്. ഹിസ്റ്റോറിക്കൽ വെപ്പൺ. ഇതാണ് പണ്ടത്തെ വേറെ വേട്ടക്കെല്ലാം വെപ്പുണ്ടായെന്ന് തോന്നുന്നു. ഇത് വടിവാള്, കത്തികൾ കൊണ്ട് യൂസ് ചെയ്തോണ്ടേ. ഒമാനിൻ്റെയല്ലോ പീരങ്കി കുറേ ഉണ്ട് ഇവിടെ. ഇത് പണ്ടത്തെ ഒരു ബെഡ്റൂമാണ്. ഇവിടെ ഒരു മാമ റൊട്ടി വീഴുന്ന പണ്ടത്തെ. ഇത് പണ്ടത്തെ മാമ കഥ പറയുന്നുണ്ട്. അപ്പോൾ ഇത്ര കാര്യങ്ങൾ ഇങ്ങനത്തെ കളി കളിക്കുള്ളൂ.
പണ്ടെല്ലാം നമ്മളെ നാട്ടിലെല്ലാം കളിച്ചുകൊണ്ടേ കളി തന്നെയാണ്. ബാറ്റും ബോളെല്ലാം ഉണ്ട്, പക്ഷെ ഇവിടെ ക്രിക്കറ്റിന് സംഭവം ഇതെല്ലാം പണ്ട് പിള്ളമാർ കളിച്ചുകൊണ്ടായിരുന്നു. പണ്ട് പിള്ളമാർ കളിച്ചുകൊണ്ടായ ഗെയിം പിള്ളമാർ പുറത്ത് ഗെയിം പത്തങ്കല്ലെല്ലാം കളിച്ചുകൊണ്ടിരുന്നുണ്ട്. ഊഞ്ഞാലാടുന്നു. ഇതെല്ലാം നമ്മളെ പണ്ടത്തെ കളി തന്നെ. കൊത്തങ്കല്ല്, പിന്നെ ആരെങ്കിലും ആവശ്യം, കുളങ്കര, ഇതെല്ലാം കൊണ്ട് കളിച്ചുകൊണ്ടായത്. ഷെയ്ഖ് റാഷിദിൻ്റെ റൂം ഉണ്ടാവുന്ന നോക്കിയിട്ട് ഇതാണ് ഷെയ്ഖ് റാഷിദിൻ്റെ റൂം. പണ്ടുണ്ടായ ടോക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. വാളെല്ലാം വെച്ചിട്ടുണ്ട്. പണ്ട് മുടിയൊക്കെ ഉണ്ടായി, മീസെല്ലാം വെടിച്ചുകൊണ്ടായിരുന്നു. പണ്ടത്തെ കുതിരൻ്റെ കഥകളാണ്. കുതിര വേട്ടക്ക് പോകുമ്പോൾ ഉണ്ടായ ടോക്കാണിത്. അള്ളാഹല്ലോ ഷെയ്ഖ്മാർ. ഇത് നമ്മളിപ്പോഴത്തെ ഷെയ്ഖ് അജ്മാൻ്റെ മെയിൻ. അവിടുത്തെ ഷെയ്ഖിൻ്റെ ഉപ്പാൻ്റെ ഫോട്ടോ എല്ലാം ഉണ്ട്. ഹിസ്റ്റോറിക്കൽ പിക്ചേഴ്സ് ദ ഫൗണ്ടിങ് ഓഫ് അജ്മാൻ. ാണ് അജ്മാൻ മ്യൂസിയത്തിൽ ഉള്ളത്. ഓൾമോസ്റ്റ് ഞാൻ കാണിച്ച്, ഇതിൽ കാണിക്കാനുണ്ടെന്ന് തോന്നുന്നില്ല. ഓൾമോസ്റ്റ് എല്ലാം ഇവിടെ ഓപ്പൺ ആയിട്ടുള്ളതെല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർ ഇപ്പോൾ ഈ ഒരു മാസം ഏപ്രിൽ 31 വരെ ഫ്രീ എൻട്രിയാണ്. വേണ്ടവർ വന്ന് സന്ദർശിക്കുക. ഓക്കെ, ബായ്.